ഹണി റോസിന്റെ ഡ്രസ്സ് ആ രീതിയിൽ ആഭാസ ഡ്രസ്സ് ധരിച്ചു വരാൻ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഹണി റോസ് പറയുമ്പോഴും ആ ഡ്രസ്സ് ആഭാസമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം വളരെ വ്യക്തമായി കൊടുത്തിട്ട് രാഹുൽ ഈശ്വറിനുണ്ട്. ഇല്ല, അങ്ങനെ ആരുടെയും വസ്ത്രം ആഭാസമാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാനുള്ള അവകാശം ഒരു കൂടത്തായിക്കും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇസ്ലാമിക വേഷങ്ങളൊക്കെ ആഭാസമാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാൻ നിങ്ങൾ കൊടുക്കുവോ അവകാശം? നിങ്ങൾ അതിനനുവദിക്കുവോ? നിങ്ങൾ സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വസ്ത്രത്തിനെ പോലും എന്തെങ്കിലും ന്യായമായ വിമർശനങ്ങൾ, അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ന്യായമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് നിങ്ങളാണ് കരഞ്ഞുകൊണ്ട് വരാറ്. ഇവിടെ ഹണി റോസിന്റെ മേലെ ആരും അടിച്ചേൽപ്പിച്ച വസ്ത്രമല്ല, മനസ്സിലായില്ലേ? അടിച്ചേൽപ്പിക്കുന്ന വസ്ത്രത്തെ വിമർശിച്ചാൽ പോലും നിങ്ങൾ ഇതേപോലെ അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, അത് ഞങ്ങൾ അനുവദിച്ചു കൊടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കരച്ചിലും കൊണ്ടാണ് നിങ്ങൾ വരാറ്. അത് ഓർമ്മ വേണം. അല്ല, അത് സ്ത്രീ അധിക്ഷേപിക്കുകയാണ്. എന്താണ് ശ്രീ നാസർ ഫൈസി കൂടത്തായി പറയുന്നത്? നിങ്ങളുടെ ആഭാസ ഡ്രസ്സാണ് എന്ന് ഒരു സ്ത്രീയെ നോക്കി പറഞ്ഞാൽ അയാള് ഒരു കുറ്റം ചെയ്യുകയാണ്. അതറിയാനുള്ള നിയമബോധം പോലും ശ്രീ നാസർ ഫൈസി കൂടത്തായിക്കില്ലേ? അത് വിനുവിന്റെ തെറ്റാണ്. ആ ബോധം ഉണ്ടെങ്കിൽ നാസർ കൂടത്തായി അങ്ങനെ പറയോ? അത് ഞാൻ നാസർ ഫൈസി കൂടത്തായിന്റെ കൂടെയാണ്. കാരണം അങ്ങനെ ഒരു ബോധം മൂപ്പർക്കില്ല. അത് വിനുവിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട്. സ്ത്രീകൾ ധരിച്ചു വരുന്ന എല്ലാ ഡ്രസ്സിനെയും ന്യായീകരിക്കാൻ വിനു മുന്നോട്ട് ഒരു ഡ്രസ് നിങ്ങൾക്കെതിരെ കേസുണ്ടാവും. അത് ആ സ്ത്രീ അപമാനിക്കലാണ്. നിങ്ങൾക്ക് എന്ത് അവകാശമാണ്? ആ കേസ് ഞാൻ എന്റെ കേസ് നടത്താനും പറയുന്നത് ധാർഷ്ട്യം കണ്ടോ കൂടത്തായി സാറിന്റെ? ഒരു മാന്യമായ ചോദ്യത്തിന് പോലും ധാർഷ്ട്യത്തോടു കൂടി പെരുമാറാനുള്ള കാരണം ഈ എന്ത് വൃത്തികേട് പറഞ്ഞാലും അത് വാദത്തിന്റെ ഇമ്മ്യൂണിറ്റി കിട്ടുമെന്നുള്ള ആ ഒരു അഹങ്കാരത്തിൽ നിന്ന് വരുന്നതാണത്. ഇങ്ങനെയാണ് നിങ്ങളുടെ പെരുമാറ്റമെങ്കിൽ പൊതുസമൂഹത്തിൽ ഇത് നിങ്ങൾ ഒറ്റപ്പെടുത്താൻ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്.